ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രവും അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള കൊണാർക്കിലാണ് കേട്ടോ. ഇത് ഭുവനേശ്വറിൽ നിന്ന് 66 കിലോമീറ്റർ, അതുപോലെ പുരിയിൽ നിന്ന് 36 കിലോമീറ്റർ ആണ് ഇവിടേക്ക് എത്താനുള്ള ദൂരം. അപ്പോൾ ഈ കൊണാർക്ക് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പിന്നെ അറിയപ്പെടുന്നൊരു ക്ഷേത്രമാണ്. അതിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 40 രൂപയാണ്. ഇപ്പോൾ ഉച്ച സമയം കേട്ടോ, നല്ല വെയിലുണ്ട്. രാവിലെ ഞാൻ ഭുവനേശ്വറിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള കച്ചവടങ്ങളൊക്കെയാണ് കാണുന്നത്. രണ്ട് ഭാഗത്തും ഒരുപാട് കച്ചവടങ്ങളുണ്ട്. പിന്നെ ക്ഷേത്രം ആ ഭാഗത്താണ് വരുന്നത്, അതാണ് ക്ഷേത്രം. ഞാനിപ്പോൾ വന്നത് ഈ വഴി കൂടെയാണ്. മെയിൻ വഴി എന്ന് പറയുന്നത് അവിടെയാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എളുപ്പ വഴി കൂടെ ഇതിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുക്കണം. ഒരു മെയിൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഈ അണ്ടിപ്പരിപ്പാട്ടോ. ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കടകളിലും ഇത് തന്നെയാണ് വിൽക്കാനുള്ളത്. ഇതിന്റെ വില എത്രയാണാവോ? ഭയ്യ കിലോ ഹൗ മച്ച്? 650. അപ്പൊ റേറ്റ് കുറവാണല്ലോ. 650 രൂപയാണ് കിലോന്. വേർ ദിസ് ഫ്രം? ഒഡീഷ. ഒഡീഷ കാ ഹൈ? This is production in Konark. കൊണാർക്ക് സേ. അത് കൊണാർക്ക് എന്നാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ. തിരക്കില്ല, ഉച്ച ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല. പിന്നെ ടിക്കറ്റ് കിട്ടിയിട്ടോ. ഞാൻ 50 രൂപയാണ് കൊടുത്തത്. അതിൽ 40 രൂപ ടിക്കറ്റിന് 10 രൂപ തന്നു. പക്ഷെ തന്ന നോട്ട് വേറൊരു നോട്ടായിരുന്നു. അതിൽ ഈ സൺ ടെമ്പിൾ ഇല്ല. അപ്പം ഞാനത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ സൺ ടെമ്പിൾ ഉള്ള 10 രൂപ തരാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയിട്ടോ. ഇത് 2018 നോട്ടാണ്. ഇതാ ഈ സംഭവം കണ്ടില്ല, ഈ ഒരു ചക്രം, ഇത് സൺ ടെമ്പിളിൻ്റെതാണ്. അപ്പോൾ ഇത് അവിടെ പോയിട്ട് കാണാം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെയിലൊന്ന് കുറഞ്ഞിട്ട് പോകും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ഇങ്ങനെ പോകേണ്ടതായിട്ട് വരും. ഇവിടെ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നൊരു സ്ഥലം കേട്ടോ. ചെക്ക് ചെയ്തതിന് ശേഷം കടത്തി വിടും. പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വരാം. ഇവിടെ ഒരു കവാടമുണ്ട്. ഗൈഡ് വേണ്ടവർക്കൊക്കെ ഗൈഡ് ഉണ്ട് എന്നാണ് പറയണത്. ഇദ്ദേഹം ഗൈഡാണ്. ഗൈഡ് നയിച്ചായ കിത്തന പൈസ? 500 रुपयाणो सारा लाइफ चीज देखेंगे राजा इसमें बनाया किंग नहीं चाहिए इनसाइड बिल दैट समुद्र के अंदर में बनाया. हां एवरी स्टैच्यू टॉकिंग हिस्ट्री आई विल शो. No, no. Working after giving money. First giving money. No. I will making good photo your camera guide to work. അപ്പൊ ഈ അമ്പലത്തിന്റെ മുന്നിലേക്ക് വരുമ്പോ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഈ കവാടത്തിന്റെ അവിടെ സിംഹം, ആന ഒക്കെ കാണാം. അതുപോലെ ഈ ഏറ്റവും അടിയിൽ കാണുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ. മനുഷ്യനൊരു ആന പിടിച്ചിട്ടുണ്ട്, ആനേനെ സിംഹം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീകാത്മകമായ രീതിയിലാണ് ഇതൊക്കെ ചിത്രീകരിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ മെയിൻ സ്റ്റെപ്പ് ഇതാണ് കേട്ടോ. അമ്പലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഇതാ ഇവിടെയാണ്. ഇങ്ങനെ കുറെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മെയിനായിട്ട് അമ്പലത്തിലേക്ക് പോവാൻ. പക്ഷെ ഇതിന്റെ മേൽക്കൂരകളൊന്നും ഇല്ല കേട്ടോ ഇതിന്. കുറച്ച് തൂണുകൾ, അതുപോലെ ഒരു ചുമര് രൂപത്തിലൊക്കെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് പണി തീരാത്തതോ എന്താണെന്ന് അറിയില്ല. ആ ഒരു രൂപത്തിലാണ്. ആളുകൾ അതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇവിടെ കണ്ടില്ല, ഇതിന്റെ ചുമരിലൊക്കെ ഒരുപാട് ശില്പങ്ങളാണ് കേട്ടോ. ഒരുപാട് ചെറിയ ഒരുപാട് നൃത്തം വെക്കണ സ്ത്രീകളെ രൂപങ്ങളാണ് കൊത്തി വെച്ചിട്ടുള്ളത്. കണ്ടില്ല, ഇവിടെ ആന രൂപങ്ങളുണ്ട്. അതുപോലെ ഇത് കണ്ടില്ല, ഇത് മൊത്തത്തിൽ ആനേന്റെ രൂപമാണ്. പിന്നെ ഇതൊക്കെ ഓരോ സ്ത്രീകൾ നൃത്തം ചെയ്യണതാണ്. കണ്ടില്ലേ, ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ല, മൊത്തം ഈ ചുമരുകളിൽ ഇങ്ങനെയാണ് കാണാൻ കഴിയുക. അപ്പൊ ആദ്യം കയറി വരുന്ന ഭാഗം ഒരു മണ്ഡപത്തിന്റെ രൂപത്തിലാണ്. മേൽക്കൂരൊന്നും ഇല്ല അതിന്. ഒരു മണ്ഡപത്തിന്റെ രൂപത്തിലാണ്. കുറെ തൂണുകൾ, അതില് കുറെ ശില്പങ്ങള്, അങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയുക ആദ്യത്തെ ഭാഗത്ത്. പിന്നെ അതിന്റെ അപ്പുറത്താണ് മെയിൻ ടെമ്പിൾ ആയിട്ടുള്ള സൺ ടെമ്പിള്. ഇത് കണ്ടില്ലേ, ഇതവിടെ അപ്പുറത്ത്. പിന്നെ ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങിയിട്ട് വേണം അപ്പുറത്തേക്ക് പോവാന്. പിന്നെ ആളുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങിയിട്ടുണ്ടോ. വെയിലൊക്കെ കുറച്ച് കുറഞ്ഞപ്പോഴേ ഇഷ്ടം പോലെ ആളുകളുണ്ട്. കണ്ടില്ല, അതാണ് മെയിൻ എൻട്രൻസ്. അതിൽ കൂടെ ഒക്കെ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കുറെ ആളുകൾ ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. വന്നവർ പലരിടത്തും നല്ല നല്ല ക്യാമറകളുണ്ട്. ചിലരുടെ കയ്യിൽ ഫോണാണ്. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഫോട്ടോ എടുക്കലാണ്. ഈ തൂണിലൊക്കെ നിറയെ ശില്പങ്ങളാണ്. താഴെ ശില്പങ്ങളില്ല. അതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഫുള്ള് ശില്പങ്ങളാണ് മൊത്തത്തിൽ. സ്ത്രീ രൂപങ്ങൾ, അതുപോലെ എന്തൊക്കെ അലങ്കാരങ്ങൾ കൊത്തിവെച്ചതാണ്.
ഏറ്റവും മുകളിൽ കാണുന്നത് ഇതാണ് കേട്ടോ. മുകളിൽ മേൽക്കൂരല്ല, ഞാൻ പറഞ്ഞില്ല, ഒരു മണ്ഡപത്തിന്റെ രൂപത്തിലാണ് ഇതൊക്കെ കാണാൻ പറ്റുക. ഇങ്ങനെയാണ് ഇവിടുന്ന് കാണുന്നത്. പിന്നെ തറ ഇതും തന്നെ കല്ലാണ്, മൊത്തം കല്ലിലാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മുഴുവനായിട്ടും കല്ലിലാണ്, വേറൊരു സാധനവും ഇല്ല ഇവിടെ. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചുറ്റുഭാഗവും നല്ല ഗാർഡനാണ്. പിന്നെ ഒരുപാട് എന്താ ചെറിയ അമ്പലങ്ങളെ രൂപങ്ങളൊക്കെ അവിടെ പല സ്ഥലങ്ങളിലും കാണാം. സൺ ടെമ്പിൾ എന്ന് പറയുന്ന മെയിൻ ടെമ്പിൾ ഇതാണ് കേട്ടോ. ഇതൊരു രഥത്തിന്റെ രൂപത്തിലാണ്, കുറെ ചക്രങ്ങളുണ്ട്, അതുപോലെ മുന്നിലൊരു കുതിര വലിക്കുന്ന രൂപത്തിലൊക്കെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 13-ാം നൂറ്റാണ്ടിലാണ്, അതായത് CE 1250 കിഴക്കൻ ഗംഗാ രാജവംശത്തിലെ നരസിംഹദേവൻ ഒന്നാമൻ എന്ന് പറയുന്ന ഒരു രാജാവാണിത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് മൊത്തത്തിൽ 200 അടി ഉയരാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ കുറേ നശിച്ച് ഒരു 100 അടിയായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും മുകളിലൊക്കെ എന്തൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടുത്തേക്ക് വരുമ്പോൾ ഒരു രഥത്തിൻ്റെ ചക്രത്തിൻ്റെ രൂപത്തിലാണ് ഇത് കാണാൻ കഴിയുക. 10 രൂപേൻ്റെ നോട്ടിലുള്ളത് ഇതാണ്, ഈ ഒരു സംഭവമാണ് 10 രൂപേൻ്റെ നോട്ടിലൊക്കെ കാണാൻ പറ്റുക. അത് കണ്ടില്ലേ, ഇതൊരു രഥത്തിൻ്റെ ചക്രം പോലെയാണ് ഇത് കാണാൻ പറ്റുക. പിന്നെ രഥം വലിക്കുന്ന കുതിര അതാ മുന്നിൽ അവിടെ കാണാം. പിന്നെ തിരക്ക് കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ശില്പങ്ങൾ, ചെറിയ ശില്പങ്ങൾ, കൊത്തുപണികൾ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്തൊക്കെയോ ഒരു പിന്നെ നൃത്തത്തിന്റെ പല രൂപങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. കണ്ടില്ല, ഈ സൈഡിൽ നിന്നൊക്കെ കാണുന്ന കാഴ്ചകൾ ഇതാണ്. പലരും ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്നിൽ കാണുന്നത് കണ്ടില്ല, കുതിര ഇങ്ങനെ രഥം വലിക്കുന്ന രൂപം ഇതാ അവിടെ കാണാം. ഇതൊക്കെയാണ്. പിന്നെ ഗൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഗൈഡിന് 500 രൂപയാണെന്ന് അറിഞ്ഞത്. 500 രൂപയാണ് ഗൈഡിന്റെ ചാർജ് വരുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞ ഈ 10 രൂപ നോട്ടുമുള്ള ഈ ചക്രം കണ്ടില്ലേ, ഇതാണ് ഈ സംഭവം കണ്ടില്ലേ, അതാണത്. ഇതിന്റെ മറ്റൊരു സൈഡിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഈ സൈഡും 2 സൈഡും ഒരേപോലെ തന്നെയാണ്, രഥത്തിന്റെ രൂപത്തിലാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതൊരു മഹാ അത്ഭുതം തന്നെയാണ് കേട്ടോ. ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് ഈ ഒരു രൂപത്തിലൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും, ഇത് 13-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞില്ല. അപ്പൊ ആ കാലത്തിൽ ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ അതൊരു മഹാ അത്ഭുതം തന്നെയാണ്. പിന്നെ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട് കേട്ടോ. അവിടെ നല്ലൊരു ആൽമരമുണ്ട്, നല്ല തണലൊക്കെ ഉണ്ട്. പിന്നെ അതാ കുറേ സ്റ്റേജ് രൂപത്തിൽ, പിന്നെ തറ മാത്രമുള്ള അവിടെയൊക്കെ കുറേ തറ രൂപത്തിൽ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട്. അവിടെയൊക്കെ കുറേ തറകളാണ്. പിന്നെ 2 ആന രൂപങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഈ പറഞ്ഞില്ലേ മൊത്തം ഇങ്ങനത്തെ ചക്രങ്ങൾ, 3-4 ചക്രങ്ങൾ ഇപ്പൊ ഈ ഭാഗത്ത് തന്നെ ഉണ്ട്. പിന്നെ നൃത്തം ചെയ്യുന്ന രൂപങ്ങൾ പല രൂപത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്, നൃത്തത്തിന്റെ പല രൂപങ്ങൾ. പിന്നെ സെക്സിന്റെ പല വശങ്ങൾ. കാരണം പണ്ട് കാലത്തൊക്കെ ആളുകൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ കുറവല്ല. അപ്പൊ അത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ കൊത്തിവെച്ച് ആളുകൾക്ക് മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാവാം ഇങ്ങനെയൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു പ്രത്യേക തരം കല്ലാട്ടോ. സാധാരണ നമ്മളെ നാട്ടിൽ കാണുന്ന ആ ഒരു തരം കല്ലല്ല ഇത്. കണ്ടില്ലേ, ഇതൊരു വേറൊരു ടൈപ്പ് കല്ലാണ്. ഈ ചിത്രങ്ങളിലൊക്കെ പല അർത്ഥങ്ങളും ഉണ്ടാവും, ഇതൊക്കെ മനസ്സിലാക്കാൻ ഗൈഡ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പക്ഷെ ഞാൻ ഗൈഡിനെ നിർത്തില്ല, പലരും ഗൈഡിനൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ ക്ഷേത്രം യുനെസ്കോന്റെ പൈതൃക പട്ടികയിലുള്ളതാണ്. അപ്പൊ അത്രത്തോളം പ്രാധാന്യം ഈ ഒരു ക്ഷേത്രത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ 10 രൂപ നോട്ടിലൊക്കെ ഇത് ഉൾപ്പെടുത്താനുള്ള കാരണവും. ഇവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ടോ, കുറെ കമ്പികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കുറെ ഇരുമ്പ് മലകൾ, അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലിവിടെ എന്തൊക്കെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറെ ആളുകളുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ കമ്പികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താ ക്ലീനിങ് പരിപാടികളാണ് തോന്നുന്നത്. ക്ലീനിങ് പരിപാടികളാണ്. പൈപ്പ് വെള്ളം കാര്യങ്ങളൊക്കെ ഇതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവിടെ എന്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ തൂണുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ നശിച്ചു പോയതാ തോന്നുന്നു. കുറെ കല്ലുകളൊക്കെ കാണാനുണ്ട് ഇവിടെ. എന്തൊക്കെ കുറെ ഇതിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ കുറച്ച് കാണാം.
രാത്രിയിൽ ഇവിടെ എന്തൊക്കെയാ ലൈറ്റ് ഷോ പരിപാടികളൊക്കെ ഉണ്ട് എന്നാ തോന്നുന്നത്. അവിടെ ഒരു ലൈറ്റിന്റെ ഇത് കാണാണ്ട്, അപ്പുറത്ത് കൂടെ ഒക്കെ അതിലൊക്കെ ലൈറ്റുകൾ ഉണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാവും കേട്ടോ. വേണമെങ്കിൽ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടേ നല്ല രസം ഉണ്ടാവാനാണ് സാധ്യത. അപ്പൊ ഈ മെയിൻ ക്ഷേത്രത്തിന്റെ പിന്നിലായിട്ട് വേറൊരു ക്ഷേത്രമുണ്ട്. ഇതും ഒരു മണ്ഡപത്തിന്റെ രൂപത്തിലാണ്. ഇതിന്റെ മേൽക്കൂരൊന്നുമില്ല, കണ്ടില്ലേ, വെറും ഒരു തറ രൂപം മാത്രമേ ഉള്ളൂ. തറയും ചുമരും മേൽക്കൂരല്ലാത്തൊരു രൂപത്തിലാണ് ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അവിടെ മുന്നിലൊക്കെ ഒരു സ്റ്റേജ് രൂപത്തിലാണ്, ഒരു തറ രൂപം ഇങ്ങനെ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കയറി പോയാൽ അധികം ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. കാണുന്ന കാഴ്ചകൾ ഇവിടെ അധികം ശില്പങ്ങൾ കാര്യങ്ങളോ ഉണ്ട്, എന്നാലും കുറവാണ്. ചെറിയ രൂപത്തിലുള്ള നൃത്തരൂപങ്ങളൊക്കെ തന്നെയാണ് ഇതിലും. നടുക്ക് ഒഴിഞ്ഞൊരു ഭാഗമാണ്. പിന്നെ കുറച്ച് ചുമരിൽ കുറച്ച് ചിത്രപ്പണികളും കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആനേനെ ഓടിച്ചു പോകുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ കുറെ ശില്പങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന രൂപങ്ങൾ. ഇതൊരു ദേവീ ക്ഷേത്രമാണ് കേട്ടോ. ഒരു ദേവീൻ്റെ പ്രതിഷ്ഠയൊക്കെയാണ് അവിടെ കാണുന്നത്. ആളുകൾ വന്ന് പ്രാർത്ഥിക്കണൊക്കെ ഉണ്ട്. ദേവീ ക്ഷേത്രമാണ്. ഇപ്പൊ ഇവിടുന്ന് പോവാൻ നല്ല വെയിലുണ്ട് കേട്ടോ. ഇവിടെ വെയിൽ പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോഴേക്ക് വെയിൽ പോകുമ്പോഴേക്ക് പിന്നെ ഇരുട്ടും ആവും. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ ക്ഷേത്രം മുമ്പ് 200 അടി ഉയരണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ അത്ര അടിയൊന്നും ഉയരല്ല കേട്ടോ. ഇപ്പൊ 100 അടി ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇത് അവിടെ എന്തൊക്കെയോ ഒരു ഇല്ലാത്തത് പോലെ ഒരു ഒഴിഞ്ഞൊരു ഭാഗം കാണുന്നുണ്ട്. അവിടെ ആവും മിക്കവാറും അതിന്റെ മുകളിലേക്ക് ആവുകയാണെങ്കിൽ 100 അടിക്ക് ഉള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാവുക. അതൊക്കെ നശിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ നശിച്ചു പോയതോ ആവാം. ചിലപ്പോൾ വിദേശാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടതാവാം. പിന്നെ കൂടുതൽ ആൾക്കാർ ഈ ഒരു ചക്രം ഉണ്ടല്ലോ, അവിടുന്നാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ ചക്രം ഉള്ളത് കൊണ്ട് ആളുകൾക്ക് എവിടെ വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ പുല്ലൊക്കെ ചെത്തിക്കോരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും പല പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യനെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 4 മണി കഴിഞ്ഞു, സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. എന്നാലും ചൂടുണ്ട് കേട്ടോ. ഏറ്റവും നല്ലത് രാവിലെ വരികയാണ്. ഇവിടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇത് കാണാൻ പറ്റും. ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്ക് കാണാൻ കഴിയില്ല, കാരണം നല്ല വെയിലാവും. അല്ലെ പിന്നെ വൈകുന്നേരം ആവണം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ സൂര്യനൊക്കെ അസ്തമിക്കാനായി കഴിഞ്ഞാലും അധികം ഒന്നും കാണാൻ കഴിയൂല. എന്നാലും അസ്തമയ സൂര്യന്റെ ഒരു ഭംഗി കാണാൻ പറ്റും ഇവിടുന്ന്. ക്ഷേത്രത്തിന്റെ ഏറ്റവും മുന്നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഇപ്പൊ വെയിലൊക്കെ പോയ സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. മൊത്തം തിരക്കാട്ടോ. ഇപ്പൊ കണ്ടില്ലേ, ഫുള്ള് തിരക്കാണ്. എല്ലാ സ്ഥലങ്ങളിലും നല്ല തിരക്കായി. ഞാൻ വന്ന സമയത്ത് ഉച്ച സമയമായതുകൊണ്ട് ആരും ഉണ്ടായില്ല. ഇപ്പൊ ആകെ ആളുകളാണ്. എവിടുന്നൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഇതിന്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുക, അത്രേ പറ്റുള്ളൂ.